ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CSAT മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ദ കേരള ബാക്ക് വാട്ടേഴ്സ്, ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തതൊക്കെ ക്യാമറ ക്ലാരിറ്റി പോയിരുന്നു. ലാസ്റ്റ് ഭാഗമൊക്കെ ക്യാമറ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മാക്സിമം ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. കാരണം വീഡിയോസൊക്കെ അത്യാവശ്യം 2.5 മണിക്കൂറിൽ കൂടുതലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-something GB വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നതൊക്കെ. കഴിഞ്ഞ വീഡിയോ ഒക്കെ 10-something GB വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന വീഡിയോ ആണ്. കൊള്ളാവുന്ന വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കി കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിപ്പോൾ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല എങ്ങനെയെന്നുള്ള. എന്നാലും അത്രയും ക്വാണ്ടിറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഈ ക്യാമറ ക്ലാരിറ്റിയുടെ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ യൂട്യൂബ് ആയതുകൊണ്ട് പറയാണ്ട് പറ്റില്ല, കാരണം ഒരുപാട് വീഡിയോസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഈ വീഡിയോ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാനാവില്ല. നമ്മൾ സൈലൻറ്റ് മോഡിലൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് എനിക്കറിയില്ല കാര്യം ഉണ്ടാവുമെന്നുള്ളത്. എന്തായാലും ദയവേത് ക്ഷമിക്കുക, അഡ്വാൻസ്ഡായിട്ട് പറയാണ്. ക്യാമറ ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത്ര നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ദ കേരള ബാക്ക് വാട്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ദ കേരള ബാക്ക് വാട്ടേഴ്സ് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ത്യൻ ഐസ്ലാൻഡ്സ് നോക്കാം. ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് എന്നുള്ള ടോപ്പിക്ക് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ വരുന്നുണ്ട് സൈഡിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ദ കേരള ബാക്ക് വാട്ടേഴ്സ് നോക്കാം. ദ കേരള ബാക്ക് വാട്ടേഴ്സ്. These are a chain of brackish lagoons and lakes lying parallel to the Malabar coast of Kerala. The network includes 5 large lakes, including Ashtamudi and Vembanadu, linked by 1,500 km of canals, both man-made and natural, fed by 38 rivers and extending virtually the entire length of Kerala state. The backwaters were formed by action of waves and shore currents, creating low barrier islands across the mouths of the many rivers flowing down from the western Ghats range. Vembanadu is the largest of the lakes, covering an area of 200 km square and bordered by Alappuzha, Kottayam and Ernakulam districts. The port of Cochin is located at the lake's outlet to the Arabian Sea. Alappuzha, Venice of the East, has a large network of canals that meander through the town. The Vallamgali snake boat race, held annually in August, is a major attraction. Ashtamudi Lake is located in Kollam district, and the town of Kollam, Quilon, lies at its outlet, connected by artificial canals. The backwaters form an economical means of transit, and a large local trade is carried on by inland navigation. Fishing and fish curing are an important industry. Kettuvallam, Kerala houseboats in the backwaters, are one of the best tourist attractions in Kerala. Retrieved from http://en wikipedia.org/wiki/Kerala backwaters. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അപ്പോൾ ദ കേരള ബാക്ക് വാട്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് നോക്കാം. ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് have 2 major offshore island possessions,
the Lakshadweep Islands and the Andaman and Nicobar Islands. Both these island groups are administered by the Union Government of India as Union territories. The Lakshadweep Islands lie 200 to 300 km, 124, 186 mi off the coast of Kerala in the Arabian Sea. It consists of 12 coral atolls, 3 coral reefs, and 5 banks. 10 of these islands are inhabited. The Andaman and Nicobar Island chain lies in the Bay of Bengal near the Myanmar coast. Indira Point, India's southernmost land point, is situated in the Nicobar Islands and lies just 189 km, 117 mi from the Indonesian island of Sumatra to the southeast. Significant islands just off the Indian coast include Diu, a former Portuguese exclave, Majuli, Asia's largest freshwater island, Salsette Island, India's most populous island on which Bombay city is located, Elephanta in Bombay Harbour, and Sriharikota Barrier Island in Andhra Pradesh. Lakshadweep is the smallest union territory of India. The total land area of territory is 32 km square. There are numerous which are not counted in this number. Lakshadweep is the smallest union territory of India. The total land area of territory is 32 km square. There are numerous islets which are not counted in this number. The inhabited islands are Agatti, Amini, and Androtet, Bangaram, Bitra, Chetlat, Ketlat, Cadmat, Kalpani, Kavarati, Kiltan and Minikoi. The main islands are Kavarati, where the capital city Kavarati is located, Agatti, Minikoi, and Amini. The total population of the territory was 16,595. 16,595 according to the 2001 census. Agatti has an airport where there are direct flights from Kochi. The name of the archipelago literally means 100,000 islands. Laksha equal 100,000. Dweep equal island until 1973. The island group was known by the anglicized name Laccadives. Compared to Maldives. Sanskrit name Maladvipa. The people of the islands speak a dialect of Malayalam, and almost all of them are Muslims. It is a folk belief that they are descendants of traders who were washed up on the islands during a particularly heavy storm. The Andaman and Nicobar Islands, unlike the Lakshadweep Chagos chain, are high volcanic islands arising from a submerged mountain chain that follows the southward extension of the continental shelf. Extensive fringing reefs exist, as well as a 320
km long barrier reef on the west coast. Much of the wildlife on these islands is endemic, including 112 species of endemic birds, including 112 species of endemic birds. While poorly known scientifically, these reefs may prove to be the most diverse and best preserved in the Indian Ocean. The islands forming Great Andaman consist of a masses of hills enclosing very narrow valleys, the whole covered by dense tropical jungle. The hills rise to a considerable elevation, the chief heights being in the North Andaman. Saddle Peak 732 m, the Middle Andaman. Mount Devalo behind Cuthbert Bay 511 m. In the South Andaman, Koyobe 459 m. Mount Harriet 364 m, and the Kwalanga range 324 m. And in Rutland Island, Ford's Peak 433 m. Little Andaman is practically flat. There are no rivers and few perennial streams in the islands. The whole of the Andamans and the outlying islands were completely surveyed topographically by the Indian Survey Department under Colonel Hobday in 1883 to 1886, and the surrounding seas were charted by Commander Carpenter in 1888 to 1889. The Andaman Islands are a group of islands in the Bay of Bengal and are a part of the Andaman and Nicobar Islands, Union Territory of India. Port Blair is the chief community on the islands and the administrative center of the Union Territory. The Andaman Islands and the Nicobar Islands form a separate administrative districts within the Union Territory. The population of the Andamans was 314,239 in 2001. Andamans is the only place in India with an active volcano. The marine volcano Barren Island 114 km northeast of Port Blair, 351 m high, became active again in 1991 after being quiescent for almost 2 centuries. The isolated extinct volcano of Narcondam, rising 710 m out of the sea, is 114 km east of North Andaman. The isolated extinct volcano of Narcondam, rising 710 m out of the sea, is 114 km east of North Andaman. Plans are afoot to make volcano tourism popular. Also, 64 km to the east is the Invisible Bank with one jack just awash, and 55 km southeast of Narcondam is a submarine hill rising to 689 m below the surface of the sea. Narcondam, Barren Island and the Invisible Bank, a great danger of these seas, are in a line almost parallel to the Andamans, inclining towards them from north to south. There are 204 islands. They are located 950 km from the mouth of the Hooghly River, 193 km from Cape Nigerais in Myanmar. The nearest point of the mainland
and 547 km from the northern extremity of Sumatra. The length of the island chain is 352 km and its greatest width is 51 km. The total land area of the Andamans is 6,408 km square. The 5 chief islands over a distance of 251 km are known collectively as Great Andaman. These are from north to south: North Andaman, Middle Andaman, South Andaman, Baratang and Rutland Island. For narrow straits part these islands: Austin Strait between North and Middle Andaman, Humphreys Strait between Middle Andaman and Baratang, and the north extremity of South Andaman, Middle or Andaman Strait between Baratang and South Andaman, and McPherson Strait between South Andaman and Rutland Island. Of this, only the last is navigable by ocean-going vessels. Together with the chief islands are on the extreme north landfall islands, separated by the navigable Cleague Passage. Interview Island, separated by the navigable Interview Passage. Off the west coast of the Middle Andaman, the Labyrinth Island off the southwest coast of the South Andaman, through which is the navigable Elphinstone Passage. Elphinstone Passage. Ridges or the Andaman Archipelago of the east coast of South Andaman and Baratang, separated by the wide and safe Diligent Strait and intersected by Kevantang Strait and the Tadmajuru Strait. Little Andaman, roughly 42 multiply 26 km, forms the southern extremity of the whole group and lies 50 km south of Rutland Island across the Mannar Strait. The main shipping route between the Andamans and the Chennai coast. Besides this are a great number of islets lying off the shore of the main islands. The principal outlying islands include the North Sentinel, a dangerous island of about 73 km square, lying about 29 km off the west coast of the South Andaman. About 29 km west of the Andamans are the dangerous western banks and Dalrymple Bank, rising to within a few fathoms of the surface of the sea and forming with the two Sentinel Islands, the tops of a line of submarine hills parallel to the Andamans. The Nicobar Islands include 19 islands of various sizes, the largest being Great Nicobar. The total land area of the chain is 1,841 km square. Nicobar Islands are part of a great island arc created by the collision of the Indo-Australian plate with Eurasia. The collision lifted the Himalaya and most of the Indonesian islands and created a long arc of highlands and islands, which includes the Arakan Yoma range of Myanmar, the Andaman and Nicobar Islands, and the islands of the west coast of Sumatra, including the Banyak Islands and Mentawai Islands. The highest point on the Nicobars is Mount Tullier,
Tullier at 642 m. The highest point on the Nicobars is Mount Tullier at 642 m. The population of the islands was 42,026 in 2001. Roughly 65% indigenous. Nicobaris and 35% migrants from India and Sri Lanka. The Nicobars are located southeast of the Indian subcontinent, separated by the Bay of Bengal. They are separated from the Andaman Islands to the north by the 150 km wide 10-degree channel and are 189 km from the Indonesian island of Sumatra to the southeast. The Andaman and Nicobar Islands separate the Bay of Bengal from the Andaman Sea. Until the 2004 Indian Ocean earthquake, Indira Point, south of Great Nicobar, was the southernmost point in India. The islands cluster into 3 groups. The northern group includes Car Nicobar, 127 km square, and uninhabited Bati Malv, 2 km square. The center group includes Chovara 80 km square, Teresa 101 km square, Pohat 13.3 km square, Kachal 174 km square, Camorata 188 km square, Nankovri 67 km square, Trinket 86 km square, and the Isle of Man and Tilangkyong 17 km square are uninhabited. Tilangkyong is a wildlife sanctuary. The southern group includes Great Nicobar, 1045 km square, Little Nicobar 157 km square, Quintal 4 km square, Pulomilo 1 km square, and the islets of Miore and the islets of Mior, Tarak, Trace, Menkal, Cubra, Pigeon, and Megapod are uninhabited. Megapod is a wildlife sanctuary. Administratively, the islands are part of the Andaman and Nicobar Islands, a union territory of India. The capital of the Andaman and Nicobar Islands territory is Port Blair on South Andaman. The union territory is divided into 2 districts, Andaman and Nicobar. The Indian government presently forbids non-Indians from visiting the Nicobar Islands. Diu is an island lying off the south coast of Gujarat's Kathiawar Peninsula, separated from the mainland by a tidal creek. It has an area of 40 km square and a population of 44,110, 2001 census. Diu is an island lying off the south coast of Gujarat's Kathiawar Peninsula, separated from the mainland by a tidal creek. It has an area of 40 km square and a population of 44,110, 2001 census. The town of Diu lies at the eastern end of the island and is famous for its fortresses and old Portuguese cathedral. It is also a fishing town. The Indian Air Force has an air base here. The village of Gogla, which lies on the mainland opposite the eastern
end of the Iceland is also part of the Union territory. In 1535, Bahadur Shah, the Sultan of Gujarat, concluded a defensive alliance with the Portuguese against the Mughal Emperor Humayun, and allowed the Portuguese to construct fortresses and maintain a garrison on the island. The alliance quickly unraveled, and attempts by the sultans to oust the Portuguese from the EU between 1537 and 1546 failed. The fortresses reconstructed by Dom Joao de Castro after the siege of 1545 still stands. The island was occupied by the Indian military on 19 December 1961. It is considered one of the most beautiful tourist locations in India. Famous destinations include the nearby Nagoa Beach, one of the finest beaches in the country. The old fort, the church, and the museum have a strong Portuguese taste. The old fort, the church, and the museum have a strong Portuguese taste. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ആണ് പറഞ്ഞത്. നമ്മളിത് പറഞ്ഞതിൽ കുറച്ച് ഇവിടെയൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ അറിയാം, ഈ പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഡബിൾ സൈസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നല്ലപോലെ തന്നെ. അതുപോലെ തന്നെ നമ്പർ പറഞ്ഞതിലൊക്കെ തെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കണം. പിന്നെ ഈ ഡബിളായിട്ടുള്ള ഈ സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ദയവായിട്ട്. കാരണം അതല്ലെങ്കിൽ ഇത് നമുക്ക് വായിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലേക്ക് വരും. പിന്നെ ഈ നമ്മുടെ സെൻറ്റൻസിൻ്റെ എൻഡിങ് അത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അതിന് ഒരിക്കൽ കൂടി പറയാണ്. മാപ്പ് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ. അത് അടുത്ത പേജിലാണ് ആ ഭാഗം വരുന്നത്. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും അത്ര കറക്റ്റായിട്ടൊന്നുമില്ല. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാനാവുള്ളൂ, തെറ്റുകൾ വന്നതുകൊണ്ട് തന്നെ. ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ എൻഡിങ് സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് വായിക്കണം. ദ ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ഹാവ് 2 മേജർ ഓഫ് ഷോർ ഐസ്ലാൻഡ് പൊസഷൻസ്, ദ ലക്ഷദ്വീപ് ഐസ്ലാൻഡ്സ് ആൻഡ് ദ എന്ന് പറഞ്ഞാൽ ആ എൻഡിങ് അത്ര കറക്റ്റല്ല എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ക്ലാരിറ്റി കുറവാണ് ആ ഒരു ഭാഗം വരുമ്പോൾ. ചില ഭാഗത്തൊക്കെ അങ്ങോട്ട് അത്ര പോരാ. നമ്മൾ പരമാവധി മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാലും എനിക്കെന്തോ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ ദയവേത് ക്ഷമിക്കണം. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കണം. ഇന്ത്യൻ ഐസ്ലാൻഡ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമ്മൾ ഇതിന് മുന്നെടുത്ത വീഡിയോസിലും അതേ അവസ്ഥ തന്നെ ഉണ്ട്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലും ചില ഭാഗത്തൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ എൻഡിങ് അത് ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവേതൊന്ന് മനസ്സിലാക്കാം. അത്രയും പറയാനുള്ളൂ. നമുക്ക് ഇനി അടുത്ത സൈഡിലൊരു ടോപ്പിക് ഉണ്ട്, ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ നോക്കാം. ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ. ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ. 1. Andaman Islands. 2. Diu. 3. Lakshadweep. 4. Majuli. 5. Nicobar Islands. 6. Sriharikota. 7. Garaburi Island. Elephanta Caves. Garaburi Island. Elephanta Caves. 8. Butcher Island, Mumbai. Butcher Island, Mumbai. 8. Butcher Island, Mumbai. 9. Salsate Island. 10. Oyster Rock. 11. Middle Ground. 12. Crosses Island. 13. Diwar Goa. 14. Vashi Goa. 15. Kyorayo Goa. 15. Kyorayo Goa. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ ഒരിക്കൽ കൂടി പറയാം. ലിസ്റ്റ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ. 1. ആൻഡമാൻ ഐസ്ലാൻഡ്സ്. 2. ദിയു. 3. ലക്ഷദ്വീപ്. 4. മജൂലി. 5. നിക്കോബർ ഐസ്ലാൻഡ്സ്. 6. ശ്രീഹരിക്കോട്ട. 7.
Garapuri Island, Elephant Caves 8, Butcher Island, Mumbai 9, Salsette Island 10, Oyster Rock 11, Middle Ground 12, Crosses Island 13, Diwar Goa 14, Vashi Goa 15, Kyorayu Goa 15, Kyorayu Goa. ലിസ്റ്റ് ഓഫ് ഐസ്ലൻഡ്സ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ ടോപ്പിക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലനേഷൻ നമുക്ക് ഇത്രയും ചെയ്യാനാവുള്ളൂ. ദയവേത് ക്ഷമിക്കണം, കാരണം ടൈമില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. ദയവേതൊന്ന് മനസ്സിൽ വയ്ക്കണം ഈ ഒരു കാര്യം. ഫിസിയോഗ്രാഫിക് സബ് യൂണിറ്റ്സ്. Physiographic subunits. Different scholars identify physiographic units in different ways. These units provide us base for making balanced and through study of physiography, climate, vegetation, soil structure, in industry, population, etc. However, there are many popular approaches of classification of India. Different scholars identify physiographic units in different ways. These units provide us base for making balanced and through study of physiography, climate, vegetation, soil, agriculture, industry, population, etc. However, there are many popular approaches of classification of India. ഫിസിയോഗ്രാഫിക് സബ് യൂണിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എൻഡിങ് ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ഐഡൻറ്റിഫൈ ഫിസിയോഗ്രാഫിക് യൂണിറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് വൈസ്. ദിസ് യൂണിറ്റ്സ് പ്രൊവൈഡ് അസ് ബേസ് ഫോർ എന്നുള്ളതാണ് വരുന്നത്. അത് എൻഡിങ് നമുക്കത്ര കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പറഞ്ഞു പോകുന്നതിന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് ദയവേത് ക്ഷമിക്കണം എന്നൊരിക്കൽ കൂടി പറയാണ്. ഈ ഒരു പേജസൊക്കെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഒരു എൻഡിങ്ങൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വായിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, കംഫർട്ടബിൾ അല്ലാത്തൊരവസ്ഥയുണ്ട്. എന്നാലും പരമാവധി നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയാൻ നോക്കുന്നുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് റീജിയണൽ മൈക്രോ യൂണിറ്റ്സ് ആണ് നോക്കാം. Regional micro units. India is divided into 4 following regions based on first approach. 1. The mountains of the Himalayas. 2. The Great Plains. 3. The Central Highlands. 4. The Deccan or Peninsular Plateaus. 5. The coastal plains. 6. The Great Indian Desert, a geographical feature known as the Thar Desert in Pakistan, and the Rann of Kutch. And 7. The islands in the Arabian Sea and the Bay of Bengal. Some analysts also include the valley of the Brahmaputra in Assam and the northeastern ranges surrounding the Assam Valley as a separate subunit. The subunits are further subdivided into micro units as follows. India is divided into following regions based on first approach. 1. The mountains of the Himalayas. 2. The Great Plains. 3. The Central Highlands. 4. The Deccan or Peninsular Plateaus. 5. The coastal plains. 6. The Great Indian Desert, a geographical feature known as the Thar Desert in Pakistan, and the Rann of Kutch. And 7. The islands in the Arabian Sea and the Bay of Bengal. Some analysts also include the valley of the Brahmaputra in Assam and the northeastern ranges surrounding the Assam Valley as a separate subunit. These subunits are further subdivided into micro units as follows. Some analysts also include the valley of the Brahmaputra in Assam and the northeastern hills ranges surrounding the Assam Valley as a separate subunit. The subunits are further
subdivided into micro units as follows. A. The Himalayan mountains. A. The Himalayan mountains. 1. Western Himalayas. 1. Western Himalayas. 2. Eastern Himalayas. 3. Northeastern Himalayas. B. The Great Plains. 4. Northern Plains. 5. Eastern Plains. 6. Assam Plains. C. Thar Desert. 7. Thar Desert. D. Central Highlands. 8. North Central Highlands. 9. South Central Highlands. D. Central Highlands. 8. North Central Highlands. 9. South Central Highlands. E. The Peninsular Plateaus. 10. North Deccan. 11. South Deccan. 12. Eastern Plateaus. 13. Western Hills Ghats. 14. Eastern Hills Ghats. F. Coastal Plains. 15. West Coastal Plains. 16. East Coastal Plains. G. Islands. 17. Lakshadweep. 18. Andaman and Nicobar Islands. A. The Himalayan mountains. 1. Western Himalayas. 2. Eastern Himalayas. 3. Northeastern Himalayas. B. The Great Plains. 4. Northern Plains. 5. Eastern Plains. 6. Assam Plains. C. Thar Desert. 7. Thar Desert. D. Central Highlands. 8. North Central Highlands. 9. South Central Highlands. E. The Peninsular Plateaus. 10. North Deccan. 11. South Deccan. 12. Eastern Plateaus. 13. Western Hills Ghats. 14. Eastern Hills Ghats. F. Coastal Plains. 15. West Coastal Plains. 16. East Coastal Plains. G. Islands. 17. Lakshadweep. 18. Andaman and Nicobar Islands. ഈ മാപ്പ് നോക്കാം. 1. A. The Himalayan mountains. 1. Western Himalayas. 1. Western Himalayas. 2. Eastern Himalayas. 2. Eastern Himalayas. 3. Northeastern Himalayas. 3. Northeastern Himalayas. B. The Great Plains. 4. Northern Plains. 5. Eastern Plains. 6. Assam Plains. C. Thar Desert. 7. Thar Desert. D. Central Highlands. 8. North Central Highlands. 9. South Central Highlands. E. The Peninsular Plateaus. 10. North Deccan. 11. South Deccan. 12. Eastern Plateaus. 12. Eastern Plateaus. 13. Western Hills Ghats. 13. Western Hills Ghats. 14. Eastern Hills Ghats. 14. Eastern Hills Ghats. F. Coastal Plains. F. Coastal Plains. 15. West Coastal Plains. West Coastal Plains. 16. East Coastal Plains. 16. East Coastal Plains. G. Islands. G. Islands. 17. Lakshadweep. 17. Lakshadweep. 17. Lakshadweep. 18. Andaman and Nicobar Islands. Andaman. 18. Andaman and Nicobar Islands. നമുക്ക് മാപ്പ് ഒരിക്കൽ കൂടി നോക്കാം. A. The Himalayan mountains. 1. Western Himalayas. 2. Eastern Himalayas. 3. Northeastern Himalayas. 3. Northeastern Himalayas. B. The Great Plains. 4. Northern Plains. 5. Eastern Plains. 6. Assam Plains. C. Thar Desert. 7. Thar Desert. D.
Central Highlands. D. Central Highlands. 8. North Central Highlands. 9. South Central Highlands. E. The Peninsular Plateaus. E. The Peninsular Plateaus. E. The Peninsular Plateaus. 10. North Deccan. 10. North Deccan. 11. South Deccan. 11. South Deccan. 12. 12 Eastern Plateaus. 12 Eastern Plateaus. 13. Western Hills Ghats. 13. Western Hills Ghats. 13. Western Hills Ghats. 14. 14. Eastern Hills Ghats. 14. Eastern Hills Ghats. F. Coastal Plains. F. Coastal Plains. 15. West Coastal Plains. 15. West Coastal Plains. 15. West Coastal Plains. 15. West Coastal Plains. 16. East Coastal Plains. 16. East Coastal Plains. 16. East Coastal Plains. G. Islands. G. Islands. 70. Lakshadweep. 70. Lakshadweep. 18. Andaman Nicobar Islands. 18. Andaman Nicobar Islands. അപ്പോൾ റീജിയണൽ മൈക്രോ യൂണിറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. റീജിയണൽ മൈക്രോ യൂണിറ്റ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഹിമാലയ മൗണ്ടൻസ്, ബി ദ ഗ്രേറ്റ് പ്ലെയിൻസ്, സി താർ ഡെസേർട്ട്, ഡി സെൻട്രൽ ഹൈലാൻഡ്സ്, ഇ ദ പെനിൻസുല പ്ലാറ്റ്യൂസ്, എഫ് കോസ്റ്റൽ പ്ലെയിൻസ്, ജി ഐസ്ലാൻഡ്സ്. പിന്നെ ഈ മാപ്പും ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ജിയോ മോർഫോളജിക്കൽ സബ് ഡിവിഷൻസ്. ജിയോ മോർഫോളജിക്കൽ സബ് ഡിവിഷൻസ്. ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസ്. അടുത്തത് ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസ്. ദ നാഷണൽ അറ്റ്ലസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, കൊൽക്കത്ത, has divided India into 7 main divisions, 20 subdivisions and provinces based on their geomorphical characteristics as given in the table 3.6. ടേബിൾ 3.6 നമുക്കിനി പറയാനുണ്ട്. അടുത്തത് സോഷ്യോ ഇക്കണോമിക് റീജിയണലൈസേഷൻ. സോഷ്യോ ഇക്കണോമിക് റീജിയണലൈസേഷൻ. As per another approach, India is divided into primary, secondary and tertiary regions, employing 3 main criteria. As per another approach, India is divided into primary, secondary and tertiary regions, employing 3 main criteria. 1. The present natural and cultural landscape. 2. Level of socio-economic employment. And 3. Administrative cohesion. The country is divided into 4 primary, 9 secondary, 30 territory regions as given in the table 3.7. ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസും സോഷ്യോ ഇക്കണോമിക് റീജിയണലൈസേഷനും നമ്മൾ പറഞ്ഞത്. ഈ എൻഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കംഫർട്ടബിൾ അല്ല, നമ്മൾ എന്താ പറയുക പറഞ്ഞു പോകുന്നത്. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് ടേബിൾ 3.6 നോക്കാം. 3.6 ആണ് ഫസ്റ്റ് വരുന്നത് ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസിലാണ്. ടേബിൾ 3.6 ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. ഡിവിഷൻ, സബ് ഡിവിഷൻ, പ്രൊവിൻസസ്. എ. നോർത്തേൺ മൗണ്ടൻസ്. 1. വെസ്റ്റേൺ ഹിമാലയാസ്. 1. നോർത്ത് കാശ്മീർ ഹിമാലയാസ്. 2. സൗത്ത് കാശ്മീർ ഹിമാലയാസ്. 3. പഞ്ചാബ് ഹിമാലയാസ്. 4. Humayun Himalayas. 2. Central Himalayas. 1. Nepal West Himalayas. 2. Nepal East Himalayas. 3. Eastern Himalayas. 1. Eastern Himalayas West. 2. Eastern Himalayas East. 4. Northeastern Himalayas. 1. Parvanchal. 2. Meghalaya. 3. Assam Valley. B. Central Plains. 5. Western Plains. 1. Marusdali. 2. Rajasthan Bagar.
2 Rajasthan Bagar. 6 Northern Plains. 1 Ganga Yamuna Doab and Indus Satluj Plains. 2 Rohilkhand Plains. 3 Awadh Plains. 7 Eastern Plains. 1 North Bihar Plains. 2 South Bihar Plains. 3 Bengal Basin. 4 North Bengal Plains. C Central Highlands. 8 North Central. 1 Aravalli Range. 2 East Rajasthan Uplands. 3 Madhya Bharat Plains. 4 Bundelkhand Uplands. 9 South Central Highlands. 1 Malwa Plateau. 2 Vindhyan Range. 3 Narmada Valley. 4 Vindhyan Scrapland. Deep Peninsula Plateaus. 10 North Deccan. 1 Satpura Range. 2 Maharashtra Plateau. 11 South Deccan. 1 Karnataka Plateau. 2 Telangana Plateau. 12 Eastern Plateaus. 1 Bundelkhand Plateau. 2 Chota Nagpur Plateau. 3 Mahanadi Basin. 4 Gujarat Basin. 5 Dandakaraya. 13 Western Hills. 1 North Sahyadri. 2 Central Sahyadri. 3 Nilagiri Hills. 4 South Sahyadri. 14 Eastern Hills. 1 Eastern Ghats North. 2 Eastern Ghats South. 3 Tamil Nadu Uplands. E West Coast. 15 West Coast Plains. 1 Kutch Peninsula. 2 Kathiawar Peninsula. 3 Gujarat Plains. 4 Konkan Coast. 5 Karnataka Coast. 6 Kerala Coast. ബാലൻസ് ഭാഗമാണ് ഇനി വരുന്നത്. ടേബിൾ 3.6 ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസ് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഭാഗം. ഡിവിഷൻ, സബ് ഡിവിഷൻ, പ്രൊവിൻസസ്. 16 വെസ്റ്റേൺ കോണ്ടിനെൻ്റൽ ഷെൽഫ്. എഫ്. 17 ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. 1 ഉട്കൽ പ്ലെയിൻസ്. 2 ആന്ധ്ര പ്ലെയിൻസ്. 3 തമിഴ്നാടു പ്ലെയിൻസ്. G Islands. 18 Eastern Continental Shelf. 19 Arabian Sea Islands. 20 Bay of Bengal Islands. 1 Coral Islands. 2 Elevated parts of submarine mountains. 3 A few volcanic cones. ടേബിൾ 3.6 ജിയോമോർഫോളജിക്കൽ സബ് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്തത് വരുന്നത് ടേബിൾ 3.7 ഡിവിഷൻ ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് റീജിയൻസ്. ഡിവിഷൻ ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് റീജിയൻസ്. പ്രൈമറി റീജിയൻസ്, സെക്കൻഡറി റീജിയൻസ്, ടെറിട്ടറി റീജിയൻസ്. എ ദ ഹിമാലയസ്. 1 വെസ്റ്റേൺ ഹിമാലയസ്. 1 ജമ്മു ആൻഡ് കാശ്മീർ. 2 ഹിമാചൽ പ്രദേശ്. 3 ഉത്തരാഖണ്ഡ്. 2 ഈസ്റ്റേൺ ഹിമാലയസ്. 1 ടിസ്റ്റ ബേസിൻ. 2 അരുണാചൽ പ്രദേശ്. 3 നാഗാലാൻഡ്. 4 മണിപ്പൂർ. 5 മിസോറാം. 6 ത്രിപുര. 7 മേഘാലയ. 8 അസം വാലി. ബി ദ നോർത്തേൺ പ്ലെയിൻസ്. 3 ഗംഗ പ്ലെയിൻസ്. 1 അപ്പർ ഗംഗ പ്ലെയിൻസ്. 2 മിഡിൽ ഗംഗ പ്ലെയിൻസ്. 3 ലോവർ ഗംഗ പ്ലെയിൻസ്. 4 ട്രാൻസ് ഗംഗ പ്ലെയിൻസ്. 1 പഞ്ചാബ് ആൻഡ് ചണ്ഡീഗഡ്. 2 ഹരിയാന ആൻഡ് ഡൽഹി. 3 രാജസ്ഥാൻ ഡെസേർട്ട്. സി ദ പെനിൻസുല. 5 Central Highlands and Plateaus. 1 Aravallis and Rajasthan Upland. 2 Bundelkhand. 3 Northern Madhya Pradesh Upland. 4 Central Madhya Pradesh Plateau. 5 Southern Madhya Pradesh Upland. 6 Chota Nagpur Plateau. 6 Deccan Plateaus. 1 Maharashtra Plateau. 2 Andhra Plateau. 3 Karnataka Plateau. D the coasts and the islands. 7 Western coastal lowlands. 1 Gujarat, Daman and Diu and the islands Dadra and Nagar Haveli. 1 Gujarat, Daman and Diu and the islands Dadra and Nagar Haveli. 2 Maharashtra Konga. 3 Goa. 4
Karnataka coast, 5 Kerala, 8 eastern coastal plains, 1 Orissa coast, 2 Andhra coast, 3 Tamil Nadu coast and Puducherry, 9 the islands, 1 Lakshadweep, 2 Andaman and Nicobar Islands, 9 the islands, 1 Lakshadweep, 2 Andaman and Nicobar Islands. In table 3.7 division of India based on different regions നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ദ ഡ്രൈനേജ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ. The drainage systems of India. The country's rivers are classified as Himalayan, peninsular, coastal and inland drainage basin rivers. Himalayan rivers are snow-fed and maintain a high to medium rate of flow throughout the year. The heavy annual average rainfall levels in the Himalayan catchment areas further add to their rates. The heavy annual average rainfall levels in the Himalayan catchment areas further add to their rates of flow. During the monsoon months of June to September, the catchment areas are prone to flooding. The volume of the rain-fed peninsular rivers also increases. Coastal streams, especially in the west, are short and episodic. Rivers of the inland system centered in western Rajasthan state are few and frequently disappear in years of scant rainfall. The majority of the India's rivers flow through broad, shallow valleys and drain into the Bay of Bengal. The rivers of India are broadly classified on basis of 1. Drainage into the sea, 2. River basin area and 3. The origin of the river. A. On the basis of drainage into the sea. On the basis of drainage into the sea, the Bay of Bengal and the Arabian Sea drainage systems are separated along a distinct divide, which lies approximately along the crest of the Sahyadris, Amarkantak and the Aravallis and Gangar Yamuna divide. Over 90% of India's land surface drains into the Bay of Bengal and river from almost the entire remaining area flow into the Arabian Sea. The Ganga, Brahmaputra, Mahanadi, Godavari, Krishna and Kaveri are the major river systems draining into the Bay of Bengal, and the major river systems flowing into the Arabian Sea include the Indus, Sabarmati, Narmada, Tapti and rivers of the west coast further south. B. On the basis of river basins area. On the basis of river basins area, the rivers of India are classified under 3 heads. 1. Major rivers having a catchment area of over 20,000 km square. There are 14 such rivers: Indus, Ganga, Brahmaputra, Sabarmati, Mahi, Narmada, Tapti, Subarnariga, Brahmani, Mahanadi, Godavari, Krishna, Pennar and Kaveri. 2. Medium rivers having a catchment area of 2,000 to 20,000 km square. All of the medium river basins carry only 8% of the total flow of all the rivers in the country. They play an important part in the irrigation and power development of their basins. The group includes the west flowing rivers of Gujarat, rivers of the Sahyadris, south of the Tapti in Maharashtra, Goa, Karnataka and Kerala, the fast flowing rivers of Orissa, Andhra Pradesh and Tamil Nadu, and rivers of the northeastern states. 3. Minor rivers having a catchment area of less than 2,000 km square. C. On the basis of the origin. On the basis of the origin, river systems of India are divided into rivers with their sources in the Himalayas and the others originating in the hills, uplands of the peninsula. The certain extent, the contrast between the rivers flowing from Himalayas and
those in the peninsula is a result of differences in the topography and climate of these two regions. The major Himalayan rivers are those of the Indus, Ganga and Brahmaputra, whereas Godavari, Krishna, Mahanadi, Kaveri, Narmada and Tapti from the major river systems of the peninsula. The Himalayan rivers are perennial snow-fed rivers. During rainy season, they are generally flooded. The Himalayan rivers are younger than the Deccan system and carry 70% of the total discharge of river water into the sea. The peninsular or Deccan rivers are seasonal rivers as their flow mainly depends on a rainfall. They carry about 30% of total discharge of Indian rivers. A detailed study of the system of classification is given in the table 3.8. The drainage systems of India നമ്മൾ പറഞ്ഞത് A on the basis of drainage into the sea, B on the basis of river basins area, C on the basis of the origin. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ സൈസിലാണ് വരുന്നത്. ബി ഓൺ ദ ബേസിസ് ഓഫ് റിവർ ബേസിൻസ് ഏരിയ, എ ഓൺ ദ ബേസിസ് ഓഫ് ഡ്രെയിനേജ് ഇൻ ടു ദ സീ. ഓൺ ദ ബേസിസ് ഓഫ് ഡ്രെയിനേജ് ഇൻ ടു ദ സീയിൽ അത്ര പ്രശ്നമില്ല. ബി ഓൺ ദ ബേസിസ് ഓഫ് റിവർ ബേസിൻസ് ഏരിയ എന്നുള്ളത് ഡബിൾ സൈസിലാണ് വരുന്നത്. പിന്നെ ഒരു മാപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഡബിൾ സൈസിൽ വന്നേക്കുന്നതൊക്കെ ദയവേത് ക്ഷമിക്കാം. ഇപ്പോൾ ക്യാമറ ക്ലാരിറ്റിയും നമുക്ക് നഷ്ടപ്പെട്ടു ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ തന്നെ. കാരണം വീഡിയോ അത്യാവശ്യം ലെങ്തായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ വരും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ക്യാമറ ക്ലാരിറ്റിയും ദയവേത് ക്ഷമിക്കാം. കാരണം ക്യാമറ ക്ലാരിറ്റി എന്തായാലും നമ്മുടെ വീഡിയോൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ വരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പോഴും സക്സസ് ആവാൻ പറ്റുന്നില്ല ക്യാമറ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ. അപ്പോൾ ദയവേതൊന്ന് മനസ്സിലാക്കാം. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. അപ്പോൾ ദ ഡ്രെയിനേജ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ദയവായിട്ട് ക്ഷമിക്കണം. ദ ഡ്രെയിനേജ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യയില എനിക്ക് നിസ്സാര വേർഡ്സ് പോലും ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത്. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്ക് നോക്കാം. ടേബിൾ 3.8 ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയൻ ആൻഡ് പെനിൻസുലർ റിവേഴ്സ്. ഫീച്ചേഴ്സ് ഹിമാലയൻ റിവർ പെനിൻസുലർ റിവർ ബാലൻസ് ഭാഗമാണ്. ടേബിൾ 3.8 ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയൻ റിവർ ആൻഡ് പെനിൻസുലർ റിവറിൻ്റെ ഹിമാലയൻ സിസ്റ്റം. എ ദ ഇൻഡസ് സിസ്റ്റം. മാപ്പ് 3.8 റിവേഴ്സ് ഓഫ് ഇന്ത്യ. ബി ദ ഗംഗ റിവർ സിസ്റ്റം. സി ദ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. ടേബിൾ 3.9 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഓഫ് ഇന്ത്യ. സോറി, ഒരു കാര്യം പറയാൻ മറന്നു. ഈ ഹിമാലയ സിസ്റ്റത്തിൽ എ ദ ഇൻഡസ് സിസ്റ്റം, പിന്നെ ഇവിടെ റിവേഴ്സ് ഓഫ് 3.8 റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇതും കൂടി വരുന്നുണ്ട്. മാപ്പ് 3.8 റിവേഴ്സ് ഓഫ് ഇന്ത്യ. ബി ദ ഗംഗ റിവർ സിസ്റ്റം. സി ദ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. ടേബിൾ 3.9 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഓഫ് ഇന്ത്യ. റിവർ ഗ്രൂപ്പ്സ് ഒറിജിൻ ആൻഡ് ക്യാരക്ടർ, റിവർ സിസ്റ്റംസ്, ട്രിബ്യൂട്ടറീസ്, ബേസിൻ, റിമാർക്സ്. ടേബിൾ 3.10 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. ഇപ്പോൾ ഈ ടോപ്പിക്സിലൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് ക്ഷമിക്കണം സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും. പിന്നെ നമുക്ക് പറയാനുള്ളത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഒരിക്കലും മറക്കരുത്. സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടൈമിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ദയവേത് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഫ്യൂച്ചറിൽ അത് ചെയ്യും. അപ്പോൾ അത് കറക്റ്റ് എല്ലാ വീഡിയോയിലും
വരുന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ കറക്റ്റായിട്ട് അങ്ങനത്തെ യൂട്യൂബായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച് പോവാറില്ല. എന്നാലും നമുക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയത് കൊണ്ട് തന്നെ അത് നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മളെപ്പോഴും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളോട് പറഞ്ഞാലും. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് അവസാനിപ്പിക്കും ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കാരണം ചെയ്യാതെ പറ്റില്ല. ചില വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വീഡിയോയിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയും കുറേ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതും കറക്റ്റായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 12 മണിക്ക് നമ്മൾ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ 12 മണി അല്ലെങ്കിൽ 12:30, 1 മണി, അങ്ങനെ പല ടൈമിലായിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വീഡിയോ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ക്യാമറ ക്ലാരിറ്റിക്ക് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് വീഡിയോസൊക്കെ. പല ടൈമിലായിട്ടായിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മുന്നുള്ള ടൈം നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ഈ ഒരു ടൈം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള വീഡിയോ നമുക്ക് കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പകൽ നമുക്ക് ടൈമില്ല വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതുകൊണ്ട് കുറച്ച് പിന്നീട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. അത് മാത്രമല്ല, നമ്മൾ വേറെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസ് നമുക്ക് പെർമനൻ്റായിട്ട് അത് അപ്ലോഡ് ചെയ്താൽ ശരിയാവില്ല. അത് എഡിറ്റ് ചെയ്തും അല്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അതിന് പകരം നമ്മൾ പുതിയ വീഡിയോ ചെയ്യണം. കാരണം ക്യാമറ ക്ലാരിറ്റി, ക്യാമറയുടെ മൂവ്മെൻറ്റ്, പിന്നെ എനിക്ക് സ്പീഡ് കൂടുതലാണ് ക്ലാസ് എടുത്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരണം. അപ്പോൾ അതിനും ടൈം നമ്മൾ വേറെ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ കുറച്ച് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് ദയവേത് മനസ്സിലാക്കുക. ഓൾഡ് വീഡിയോസൊക്കെ നമ്മൾ ന്യൂ വീഡിയോസായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന്. പിന്നെ രാത്രി ചെയ്ത വീഡിയോ നിങ്ങൾക്ക് CSATക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CSAT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.